ഹായ്, എന്താ ഇവിടെ ഒരു ബഹളം? എന്താണ് ഹായ്, എന്താ ഇവിടെ ഒരു ബഹളം? തിരുവല്ല 10:30-ാണോ മുഹൂർത്തം? അതെ. ഇപ്പോഴാണ് എഴുന്നള്ളുന്നത്. ഞാൻ ആശുപത്രി വരെ പോകുന്നു. തിരുവല്ല എന്താ പറ്റിയെന്ന്? അയ്യോ, എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ? നമ്മുടെ പത്രോത്തിന്റെ ഭാര്യയില്ലേ, പ്രസവിച്ചു 8 കുട്ടികൾ. കൃഷ്ണയുടെ പേരെന്താന്ന് പറഞ്ഞു? പത്രോസ്. അവന്റെ പേര് പത്രോസ് എന്നല്ല, പിന്നെ പ്രസ്. അല്ലെങ്കിൽ ഇത്രയും പേര് നോട്ടീസ് അടിച്ചിറക്കാൻ നടക്കുന്നത്. എന്നിട്ട് പത്രോസ് കൂടെ വന്നോ? പത്രോസ് കൂടെ വന്നോ? അവന് ക്ഷീണമായിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോയി കിടക്കുക. എന്നാ അവിടെ എഴുതി പോയി ഇന്ന് പ്രസ് അവധിയെന്ന്. നടക്കൂല കേട്ടോ. അതെന്ത് പറ്റി? നടക്കൂല. കാര്യം പറയാന്ന് ഇത്രയും പേര് 10 ആളോട് വന്നിരിക്കല്ലേ ഇവിടെ? കിഴങ്ങില്ലാന്ന്. എന്റെ ഭഗവാൻ, ഇത് കിഴങ്ങില്ല. ഇത് ആരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച? എത്ര കിലോ വേണം? ഒരു 50-ന്റെ അടുത്ത് വേണ്ടി വരും. എന്റെ പൊന്നു ഭഗവാനെ, ഇത് കല്യാണ മണ്ഡപ കമ്പപ്പര ആക്കല്ലേ. നീ അകത്ത് പോ കേട്ടോ. ഉള്ളതൊക്കെ മതി, അതൊക്കെ ഒറ്റ അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ. സാമ്പാറിൽ വെണ്ടയ്ക്കുള്ളൂ. അയ്യോ, എന്തോന്ന് സാമ്പാറിൽ വെണ്ടയ്ക്കുള്ളൂ. ഇവിടെ അടുത്ത് പെട്രോൾ പമ്പ് വല്ലതും ഉണ്ടോ? അവിടെ സൈഡ് 2 ലിറ്റർ പെട്രോൾ വാങ്ങിക്കണം. തലവഴി ഓടിച്ച് അടപ്പേ കയറി ഇരുന്നി ചെല്ലു. സാമ്പാർ വെണ്ടൊക്കെ എടുത്തത് ഏത് കിഴങ്ങാടാ നീ ഇത്? ഞാൻ എന്താ ചെയ്യണ്ടേ? അയ്യോ, ഞാന് അയ്യോ, അത് പെണ്ണിന്റെ തള്ളയാ. ചെറുതായി കടിച്ചു തരുമോ അവര്? കേട്ടോ, പെണ്ണേതാ? അയ്യോ, പെണ്ണേതമ്മ? നീ നാണം കെടുത്താൻ വന്നേതോ? ദൈവമേ, മുല്ലപ്പരിയാർ ഒഴുകുന്നാണ് ഒഴുകുക വായിന്ന്. എപ്പോഴും എന്റെ ആദ്യ രാത്രി. ആദ്യം ഈ പകലൊന്ന് കഴിയട്ടാ പട്ടി കേട്ടോ. അതെ, ആദ്യ രാത്രി വലിയ 3-6 ഊട്ടിയിലേക്ക് വന്നിട്ട് ഇത് കെട്ടി അവിടെ നമ്മൾ റൈഡ് ഉണ്ടാവില്ല. തീരുമാനിക്കാം കേട്ടോ. ഈ ചെക്കനെ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകാറുണ്ട് അമ്പലത്തില്. അല്ല, നെറ്റിപ്പട്ട. എന്റെ പൊന്നുമോളെ, എല്ലാരും പ്രേമം ഇങ്ങനെ ഹൃദയത്തിലാണ് കൊണ്ട് കിടക്കുന്നത്. അവൻ തലച്ചോറി കെട്ടി വെച്ചേക്കും, അതുകൊണ്ട് കണ്ടോ ലവച്ചിന്നും അടച്ചുണ്ട്. ശാരദ ചേച്ചി, അവിടുന്ന് ഇറങ്ങാനൊന്നും വൈകിയില്ലല്ലേ? അല്ലേ? ഇല്ല, എന്റെ ആദ്യത്തെ കാമുനെ തട്ടിയെടുത്ത പാട്ടി. എന്താ? അയ്യോ ഇല്ല, ഞാൻ ഇച്ചിരി താമസിച്ചായിരുന്നു. പിന്നെ ഇന്നലെ എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒട്ടും നേരം കിട്ടിയില്ല. തിരക്കല്ലേ, അതുകൊണ്ടാ. എന്റെ കുട്ടികളുടെ അച്ഛനെ കണ്ടായിരുന്നോ? നിന്റെ കുട്ടികളെ അച്ഛൻ നീ പോയി തിരക്ക്. എന്റെ കയ്യിലാണോ? എന്റെ പക്കലാണോ ഇരിക്കുന്നത്? അയ്യോ, അതല്ല, ഈ മനോരമയുടെ ആയാലും എവിടെ ആയാലും നീ പോയി തിരക്കണം കേട്ടോ. എന്റെ ചെറുക്കന്റെ അച്ഛനെ 10 വർഷത്തോടെ ഞാൻ നടക്കുവാ.